ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്ത വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തിനായി കാലത്തിന് തികവിൽ തന്റെ ഏകജാതന മാതാവാകുവാൻ ഒരു സ്ത്രീക്ക് ജന്മം കൊടുക്കുവാൻ ദൈവം തിരുമനസ്സായി. വിശുദ്ധമായ ജീവിതം നയിക്കുകയും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്ത മാതാപിതാക്കളുടെ മകളായി ജന്മപാപമില്ലാതെ പിറന്നവൾ, അതെ, ജനിക്കും മുമ്പേ ദൈവം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചവൾ മറിയ. ദൈവപുത്രന്റെ മാതാവായ മറിയത്തിന്റെ ജീവിതത്തിലെ ചെറിയ ഒരു ഏടിന്റെ ദൃശ്യാവിഷ്കാരം ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. രക്ഷകന്റെ അമ്മ. വെല്ലിമച്ചി, വെല്ലിമച്ചി, എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, അമ്മച്ചി മോൾക്ക് മാതാവിന്റെ കഥ പറഞ്ഞു തരാം. ഹായ്, എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാ വെല്ലിമച്ചി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നസറത്തിൽ ജീവിച്ചിരുന്ന ദമ്പതികളായിരുന്നു ദാവീദിന്റെ വംശജനായ യോവാക്കിമും അഹറോന്റെ പുത്രിയായ അന്നയും. അവർക്ക് വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലായിരുന്നു. എങ്കിലും അവർ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വലിയ ദൈവഭക്തരായിരുന്നു യോവാക്കിമും അന്നയും. തങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിച്ചു വളർത്താമെന്ന് യോവാക്കിമും അന്നയും വാഗ്ദാനം ചെയ്തു. അങ്ങനെയിരിക്കെ പ്രായമേറെ ആയ അന്നയ്ക്ക് തന്റെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞാണ് ഈശോയുടെ മാതാവായ മറിയം. ആണോ? എന്നിട്ട് കുഞ്ഞുമറിയ എങ്ങനെയായിരുന്നു? കുഞ്ഞുനാൾ മുതൽ തന്നെ ദൈവിക കാര്യങ്ങൾ പഠിക്കുന്നതിന് മറിയത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം, മറിയം, നീ ഇന്ന് ദേവാലയത്തിൽ എന്താണ് പഠിച്ചത്? അപ്പാ, ഞങ്ങൾ രക്ഷകന്റെ വരവിനെ കുറിച്ചാണ് പഠിച്ചത്. രക്ഷകൻ ജനിക്കുന്നത് എപ്പോഴാണെന്ന് പുരോഹിതൻ പറഞ്ഞോ കുഞ്ഞ്? ഇല്ലമ്മേ, രക്ഷകന്റെ ജനനം ഉടനെ ഉണ്ടാകുമെന്നും നമ്മൾ അതിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്നും പുരോഹിതൻ പറഞ്ഞു. അപ്പാ, എനിക്ക് രക്ഷകന്റെ അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നൊരാഗ്രഹമുണ്ട്. ഞാൻ എന്തു ചെയ്യും? കർത്താവായ യഹോവയോട് പ്രാർത്ഥിക്കൂ കുഞ്ഞെ. അവിടുന്ന് നിന്റെ ആഗ്രഹം സാധിച്ചു തരും. ദൈവഭക്തിയിൽ മുൻപന്തിയിലായിരുന്ന മാതാപിതാക്കൾ മറിയത്തെയും ദൈവത്തോട് ചേർത്ത് വളർത്തി. എന്നിട്ടോ? ദൈവത്തോട് എപ്പോഴും സംസാരിക്കുന്നത് മറിയത്തിന് വളരെ ഇഷ്ടമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ തൻ്റെ മുറിയിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു മറിയം. അങ്ങനെയിരിക്കെ ഒരു ദിവസം മറിയം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ നന്നായി അറിയുന്നുവല്ലോ. എന്റെ ആഗ്രഹം അവിടുന്ന് സാധിച്ചു തരണമേ. രക്ഷകന്റെ വരവിനെ പറ്റി എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രക്ഷകന്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിക്കുന്ന ആ അമ്മ എത്ര ഭാഗ്യവതിയായിരിക്കും. ആ അമ്മയുടെ സഹായിയാകുവാൻ എന്നെ അനുവദിക്കണമേ. അങ്ങനെ എനിക്ക് രക്ഷകനെ കാണുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാമല്ലോ. എന്റെ പ്രാർത്ഥന കേൾക്കുന്ന നല്ല ദൈവമേ, എന്റെ ഈ ആഗ്രഹം അവിടുന്ന് നടത്തിത്തരണമേ. ദേവാലയത്തോടും ദൈവിക കാര്യങ്ങളോടും ചേർന്ന് വളർന്ന മറിയത്തിന് വിവാഹപ്രായമായി. എല്ലാവർക്കും സുസമ്മതനും സൽസ്വഭാവിയും സർവഗുണങ്ങളും ഒത്തിണങ്ങിയവനുമായ ജോസഫുമായി മറിയത്തിന്റെ വിവാഹം നിശ്ചയിച്ചു. ജോസഫ് ഒരു നീതിമാനായിരുന്നു. കർത്താവായ യഹോവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനം പൂർത്തീകരിക്കാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ ദൈവം നിങ്ങൾക്കിടയാകട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും അവിടുന്ന് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. യഹോവയെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. ആമേൻ.
ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളും അതീവ ശ്രദ്ധയോടെ ചെയ്യുമായിരുന്നു മറിയം. ദൈവവുമായി ഒരു നിരന്തര ബന്ധം അവൾക്കുണ്ടായിരുന്നു. ഒഴിവു വേളകളിൽ ദൈവിക കാര്യങ്ങൾ പഠിക്കുന്നത് അവളുടെ ഒരു ശീലമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. തന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭിണിയാണെന്നറിഞ്ഞ മറിയം ഉടൻ തന്നെ അവളെ സന്ദർശിച്ച് അവളോടൊപ്പം താമസിക്കാനായി പുറപ്പെട്ടു. വളരെ ദൂരം സഞ്ചരിച്ച് മറിയം എലിസബത്തിന്റെ ഭവനത്തിലെത്തി. എലിസബത്ത്, മറിയം, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്തു വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദനസ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശുവന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു.
സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. വിനയാന്വിതരെ കനിവോടെ ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുൻപിൽ നേരിയൊരടയാളം. വിനയാന്വിതരെ കനിവോടെ ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുൻപിൽ നേരിയൊരടയാളം. നേരിയൊരടയാളം, മണ്ണിൽ മേരിയൊരടയാളം. മേരിയൊരടയാളം, മണ്ണിൽ മേരിയൊരടയാളം. വിശ്വാസിക്ക് ഹൃദയതലത്തിൽ നേരിയൊരടയാളം. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. പരിശുദ്ധ മറിയത്തെ ഈശോയുടെ മാത്രമല്ല ഈ ലോകം മുഴുവന്റെയും മാതാവാകുവാൻ സഹായിച്ചത് മറിയത്തിന്റെ സ്വഭാവ സവിശേഷതകളായിരുന്നു. ഒന്നാമതായി എളിമ എന്ന പുണ്യം. ദൈവിക പദ്ധതികൾക്ക് തന്നെ എളിമയോടെ സമർപ്പിച്ചു. രണ്ടാമതായി ദൈവവുമായുള്ള പരിശുദ്ധ അമ്മയുടെ ആഴമേറിയ ബന്ധം. മൂന്നാമതായി മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അറിഞ്ഞു സഹായിക്കുവാനുള്ള മനസ്സ്. നമുക്കും പരിശുദ്ധ അമ്മയുടെ ഈ സവിശേഷതകൾ ജീവിതത്തിൽ പകർത്താം. ഇടവക തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. നന്ദി.